എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെ ഒരു പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിരുന്നു. എംപ്ലോയിയുടെ സാലറി ഷീറ്റ് അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഐറ്റത്തിൻ്റെ കോഡുണ്ടായിരുന്നു, നെയിം, പിന്നെ ഡിസിഗ്നേഷൻ, ബേസിക് സാലറി. ഇതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കാണണം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ സാലറി ഷീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പേ സ്ലിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ സാലറി ഷീറ്റ് എടുത്തിട്ട് സാധാരണ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 വർഷം മുന്നൊക്കെ നമ്മളിവിടെ സിഗ്നേച്ചർ നടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സൈൻ ചെയ്ത് വാങ്ങിക്കുമായിരുന്നു പതിവ്, അല്ലേ? പേ ഷീറ്റിൽ തന്നെ നമ്മൾ ഇതിന് പറയുന്ന പേ ഷീറ്റ് എന്ന് പറയും. ഈ പേ ഷീറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സിഗ്നേച്ചർ എടുത്തിട്ട് സൈൻ ചെയ്ത് ക്യാഷ് കൊടുത്ത് സൈൻ ചെയ്ത് വാങ്ങിക്കുമായിരുന്നു പണ്ടൊക്കെ പതിവ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഈ ഓരോ സ്റ്റാഫിനും നമ്മൾ പേ സ്ലിപ്പ് കൊടുക്കും. ഇതുപോലുള്ള പേ സ്ലിപ്പ് ഇതിനാണ് പേ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പേ സ്ലിപ്പ് എടുക്കും. നമ്മൾ അതിനകത്ത് ഇതുപോലെ ഒക്കെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് അവരുടെ ID അടിക്കും. പിന്നെ നെയിം, ബേസിക് സാലറി, അവരുടെ എല്ലാ ഡീറ്റെയിൽ, അവരുടെ ഏണിംഗ് എല്ലാം നമ്മളിവിടെ ടൈപ്പ് അടിക്കും. ഡിഡക്ഷൻ, എന്തെങ്കിലും നമുക്ക് ഡിഡക്ഷൻ ഉണ്ടോ അതെല്ലാം ടൈപ്പ് അടിച്ചിട്ട് പിന്നെ അവർക്ക് ഗ്രോസ് സാലറി, നെറ്റ് സാലറി, ടോട്ടൽ ഡിഡക്ഷൻ. അപ്പം ഇങ്ങനെ അടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പേ സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡീറ്റെയിൽ എല്ലാം, ഇവിടുത്തെ എല്ലാ ഡീറ്റെയിലും ഒരാളുടെ ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് അവരെ കൊണ്ട് സൈൻ ചെയ്യേണ്ട. എംപ്ലോയിയുടെ സിഗ്നേച്ചർ ഉണ്ടാവും, ഡയറക്ടറിൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവും. അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഒരു പേ സ്ലിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതാണ് നമ്മുടെ ഈ പേ ഷീറ്റ് ഇതാണ്. പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന എന്താണ്? പേ സ്ലിപ്പാണ്. എങ്ങനെ തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവിടെ നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1, 2, 4 കോളം എടുക്കണം. 4 കോളം എടുത്തു. ഇവിടെ വെച്ചെടുക്കാം. 4 കോളം എടുത്തിട്ട് ഹോമിൽ പ്രസ് ചെയ്തിട്ട് നമ്മളൊരു ഫുൾ ബോർഡർ എടുക്കുക. ഫുൾ ബോർഡർ എടുത്തിട്ട് ഇത് കുറച്ചിങ്ങോട്ട് നീക്കി ഒരു പേ ഷീറ്റ് നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങളത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് അടിച്ചു. ഇനി ഇവിടെ ഇങ്ങനെയാണ്, എനിക്ക് 2 ഇത് വേണം. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവച്ചിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കുക. അപ്പം അത് 2 അടിച്ചു വെച്ചു. ഇനി ഇവിടെ ഇങ്ങനെ ഗ്ലോബൽ കാർ ട്രേഡിംഗ് എന്നുള്ള ഒരു ഹെഡിങ് വേണം. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം എടുത്തിട്ട് അതിനെ മെർജ് ചെയ്തു. അടുത്ത് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ എടുത്തിട്ട് അതിനെ ഞാൻ ഹോമിൽ പ്രസ് ചെയ്തിട്ട് ഞാൻ മെർജ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇച്ചിരി കൂടെ നീക്കാം. എന്നിട്ട് ഇത്രയും ഭാഗം ഞാനിങ്ങനെ സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ ടൈപ്പ് അടിക്കുക, നിങ്ങളിവിടെ ടൈപ്പ് അടിക്കുക. എനിക്ക് ടൈപ്പ് അടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കോപ്പി ചെയ്യും. Ctrl+C അടിച്ചു, Ctrl+C, Ctrl+V. ഇവിടെ വന്നിട്ടും ഞാൻ എന്ത് ചെയ്തു? ഈ എമൗണ്ട് നമുക്ക് വേണ്ട കേട്ടോ. എമൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ എമൗണ്ട് അവിടെ നമുക്ക് വരണം. എമൗണ്ട് വേണ്ട. ഈ സാലറി സ്ലിപ്പിന് എമൗണ്ട് നമുക്കിവിടെ കൊണ്ടുവരണം. ഇപ്പോൾ ഇത് MD ആയിട്ട് ഒരെണ്ണമാണ്, നമ്മളൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും സെലക്ട് ചെയ്യുക, Ctrl+C അടിക്കുക, എന്നിട്ട് ഇതിൻ്റെ നേരെ കൊണ്ടുവന്നിട്ട് എൻ്റർ അടിക്കുക. അത് മനസ്സിലായല്ലോ? എൻ്റർ അടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ 2 അല്ലേ? ഈ 2 നമ്മളിങ്ങനെ Ctrl+C ഇവിടെ കൊണ്ടുവച്ചിട്ട് എൻ്റർ അടിച്ചു. ഡിസിഗ്നേഷൻ എടുത്തു, ഞാൻ എടുത്തിട്ട് കോപ്പി ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ടൈപ്പ് അടിക്കണേ. നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് ഗ്ലോബൽ കാർ ട്രേഡിംഗ് എന്നുള്ളത് ഇവിടെ വന്നിട്ട് ഞാനിവിടെ വന്ന് എടുത്തു. പേ സ്ലിപ്പ് എന്നുള്ളതും ഇതുപോലെ നിങ്ങൾ ടൈപ്പ് അടിക്കുക. കണ്ടല്ലേ? ഇപ്പോൾ ടൈപ്പ് അടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടോ? പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയില്ലേ ഒരു പേ സ്ലിപ്പ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എത്ര കോളം എടുത്തു? ഞാൻ 4 കോളമാണ് എടുത്തു കേട്ടോ. എടുത്തിട്ട് നമ്മളിവിടെ ഓരോന്നും നിങ്ങളിങ്ങനെ ടൈപ്പ് അടിച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ലൈനൊക്കെ എല്ലാം റെഡ് ലൈൻ ആക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഓൾ ബോർഡർ എടുക്കണം കേട്ടോ. ഓൾ ബോർഡർ എടുത്തിട്ട് ഇവിടെ ബോർഡർ എന്നുള്ളത് അതിൽ തിക്ക് ലൈൻ വേണമെങ്കിൽ തിക്ക് ലൈൻ എടുക്കുക. നമുക്ക് റെഡായിട്ടുള്ള ഇതാണ് വേണമെങ്കിൽ ഓക്കെ എന്ന് പറയാം. അപ്പോൾ എന്താണ് സോറി, ഞാൻ അടുത്ത് തെറ്റിപ്പോയി. ഹോം എടുത്തു, ഇതെടുത്തു, ഓൾ ബോർഡർ എടുത്തു, ഇതെടുത്തു, റെഡ് കളർ എടുത്തു,
എന്നിട്ട് ഇവിടെ ഔട്ട്സൈഡ് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ ലൈൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ഇതുപോലെ തന്നെ നമ്മളൊരു ലൈന് ഉണ്ടാക്കി വെച്ചു. ഇപ്പം ഞാൻ തൽക്കാലം ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. അപ്പം ഞങ്ങളെ കാണിച്ചു തന്നല്ലോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരുമായിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എന്താണ്, ഇവിടെ എംപ്ലോയിയുടെ ID എനിക്കിവിടെ കൊണ്ടുവരണം അല്ലേ. ഈ എംപ്ലോയിയുടെ ID, ഈ എംപ്ലോയി ID ഉണ്ടല്ലോ, അത് എനിക്കിവിടെ കൊണ്ടുവരണം. ഞാൻ എന്ത് ചെയ്യണം, നമുക്ക് ഇത് ഓൾറെഡി അതിനകത്തുണ്ടോ എന്നറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഡേറ്റ എടുത്തിട്ട് ഇവിടെ ഡേറ്റ വാലിഡേഷൻ എടുക്കുക. ഡേറ്റ വാലിഡേഷൻ എടുത്തിട്ട് ഡേറ്റ വാലിഡേഷൻ എടുത്തിട്ട് ലിസ്റ്റ് എന്നൊന്ന് എടുക്കണം. ലിസ്റ്റ് എന്നിട്ട് സോഴ്സ് ഏതാണെന്ന് ചോദിക്കുന്നു. സോഴ്സ് ഏതാണ്, എനിക്ക് ഈ നമ്പർ ഇവിടെ കൊണ്ടുവരണം, എംപ്ലോയിയുടെ ID ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഡേറ്റ എടുത്തിട്ട് ഇത്രയും ഭാഗമാണ് എനിക്കവിടെ കൊണ്ടുവരേണ്ടത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു, ആ നമ്പരൊക്കെ ചുമ്മാ അങ്ങ് വന്നതേ ഉള്ളൂ. അതൊന്നും ഡേറ്റാസ് ഒന്നും മാറിയിട്ടില്ല. പക്ഷെ നമുക്ക് ഡേറ്റ വാലിഡേഷൻ സെറ്റ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് എന്ത് വേണം, ഇവിടെ ഈ നെയിം ഉണ്ടല്ലോ, ഈ എംപ്ലോയിയുടെ പേര് എനിക്കിവിടെ കൊണ്ടുവരണം. അതിനൊരു കമാൻഡുണ്ട്, =XLOOKUP എന്നൊരു ഫംഗ്ഷനാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. XLOOKUP ഞാനിവിടെ എടുത്തു. അപ്പോൾ ചോദിക്കുന്നു ലുക്കപ്പ് വാല്യൂ, ഇതാണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ, ഇതിൻ്റെ ബേസിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം എടുത്തു, കോമ കൊടുത്തു. അടുത്ത ചോദിക്കുന്നു ലുക്കപ്പ് അറേ, ഏതാണ് നിങ്ങളുടെ ലുക്കപ്പ് അറേ എന്ന് ചോദിക്കുന്നു. ഇവിടെ വന്നിട്ട് ഇത്രയും ഭാഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് കോമ ഇടുക. അടുത്ത ചോദിക്കുന്നുണ്ട് ലുക്കപ്പ് അറേ, റിട്ടേൺ അറേ ചോദിക്കുന്നുണ്ട്. റിട്ടേൺ അറേ എന്ന് പറയുന്നത് പേരാണ്. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടു, അടച്ചു, ക്ലോസ് ചെയ്തു. അപ്പം ഈ കണ്ടോ 104 എന്നുള്ളത് ആരാണ്, ജെയിംസാണ്. ഞാൻ ഇതെടുക്കുമ്പോഴും പട്ടേൽ വന്നു, മനസ്സിലായല്ലോ. ഇനി അടുത്ത ബേസിക് സാലറി ഇവിടെ കൊണ്ടുവരണം. ഇപ്പം ഞാൻ എന്താണ് എടുത്തത്, XLOOKUP ആണ് എടുത്തത്. ഞാൻ ഇനി VLOOKUP എടുക്കാം, കുറച്ച് എളുപ്പം ചെയ്യാനുള്ളത് എനിക്ക് VLOOKUP ഫംഗ്ഷനാണ്, കാരണം സമയമില്ലല്ലോ. അപ്പോൾ നമ്മൾ VLOOKUP എടുത്തു. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ്, ഈ എംപ്ലോയി ID ആണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ. കോമ ഇട്ടു. അടുത്തതെന്ന് ടേബിൾ അറേ എന്ന് പറയുന്നത് ഏതാണ്, ഇവിടം തൊട്ടിട്ട് ഇത്രയും ഭാഗം ആണ് ടേബിൾ അറേ. ഞാൻ കോമ ഇട്ടു. എന്നിട്ട് അടുത്ത ചോദിക്കുന്നത് എന്താണ്, ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണമായിരുന്നു. ഏതാണ്, നമ്മൾ ബേസിക് സാലറി അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക് സാലറി എന്നുള്ളത് ഏതാണെന്ന് നമ്മളൊന്ന് നോക്കി വെച്ചാൽ നല്ലത്. 4ാമത്തെ കോളമാണ് കേട്ടോ, അത് നോക്കിയിട്ട് ചെയ്യുന്ന നമുക്ക് എപ്പോഴും നല്ലത്. അപ്പം VLOOKUP ബ്രാക്കറ്റ് ഇട്ടു, ലുക്കപ്പ് വാല്യൂ ഇതാണ്, കോമ ഇട്ടു. ടേബിൾ അറേ എന്ന് പറയുന്നത് ഏതായിരുന്നു, ഇത്രയും ഭാഗമാണ് നമ്മുടെ ടേബിളിൻ്റെ അറേ, കോമ ഇട്ടു. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഞാൻ 4 അല്ലേ പറഞ്ഞത്, 4 എടുത്തു, കോമ ഇട്ടു. എക്സാക്റ്റ് മാച്ച് കിട്ടണമെങ്കിൽ നമ്മൾ 0 അടിക്കണം, എക്സാക്റ്റ് മാച്ച്. എന്നിട്ട് ബ്രാക്കറ്റ് നമ്മൾ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബേസിക് സാലറി ഈ ബേസിക് സാലറി കണ്ടില്ലേ, ഇതാരുടെയാണ്, 101 നോക്കാം ഉണ്ടോ, 80 പങ്കജാണ്, 80,000 കണ്ടില്ലേ. അപ്പോൾ നമ്മളിവിടെ വന്ന് പങ്കജിൻ്റെ ബേസിക് സാലറി 80,000. ഇനി നമുക്ക് അടുത്ത ആട് നോക്കാം. അടുത്ത ആട് എന്താണ്, പേയബിൾ. ഇങ്ങനെ ഓരോരുത്തരെയും കണ്ടുപിടിക്കാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ അങ്ങ് കോപ്പി ചെയ്യും. ഇത്രയും ഭാഗം കോപ്പി ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, ഈ വാല്യൂവിനെ, ഈ C5 എന്നുള്ള വാല്യൂവിനെ നമ്മളങ്ങ് അബ്സൊല്യൂട്ട് വാല്യൂ ആക്കണം. ഈ C5 എന്നുള്ള നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് കോമ ഇല്ലാതെ വേണം സെലക്ട് ചെയ്യുക. F4 പ്രസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് എൻ്റർ അടിക്കുക. F4 പ്രസ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചുമ്മാ ഒന്ന് കോപ്പി ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ഒരേ വാല്യൂ വന്നു. ഇനി ബേസിക് പേയബിളാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേയബിൾ എന്നുള്ള നമ്പർ ഏതാണ്, 6 ആണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ 6 എന്ന് അടിച്ചു കൊടുക്കുക. ഇവിടെ 4 എന്നല്ലേ അടിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ഇവിടെ 6, എന്നിട്ട് എൻ്റർ അടിക്കുക. കണ്ടോ, അപ്പോൾ ഇവിടെ വന്നിട്ടോ 6 എന്നുള്ളത്. പിന്നെ നമ്മളിവിടെ അടുത്ത എന്താണ്, OT എമൗണ്ട് 1 ആണ്. OT എമൗണ്ട് 9 ഉം 10ഉം ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് OT എമൗണ്ട് എന്നുള്ളത് 9 എന്ന് അടിച്ചു കൊടുക്കുക. 9. OT എമൗണ്ട് 2 എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്. ഇവിടെ വന്ന് 10ാമത്തെ ഇൻഡെക്സ് നമ്പർ കോളമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി കൊടുത്താലും മതി.
HRA എന്ന് പറയുന്ന ഏതാണ്? ഇതിനകത്ത് HRA എന്ന് പറയുന്നത് 11ഉം 12ഉം കോളമാണ്. അപ്പം 11ഉം 12ഉം. അപ്പോൾ HRA വന്നിട്ട് ഇവിടെ 11 അടിക്കുക. എളുപ്പം നിങ്ങൾക്ക് ചെയ്യണേ ഇങ്ങനെ അടിച്ചാൽ മതി. അല്ലേ പിന്നെ നിങ്ങൾ ഓരോന്നും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ടൈപ്പ് അടിച്ചു കൊടുക്കണം. 12 കണ്ടോ. പിന്നെ ഗ്രോസ് സാലറി ഏതാണെന്ന് നമുക്ക് ഇവിടെ വന്ന് നോക്കണം. ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 13. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഗ്രോസ് സാലറി ഈ ഇൻഡെക്സ് നമ്പറിൻ്റെ അവിടെ വന്നിട്ട് 13 അടിച്ചു കൊടുത്തു. പിന്നെ നെറ്റ് സാലറി ഏതാണ്? നെറ്റ് സാലറി എന്ന് പറയുന്നത് 18 കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നെറ്റ് സാലറി എടുക്കുക, വന്നിട്ട് 18 എന്ന് ഇവിടെ ടൈപ്പ് അടിച്ചു കൊടുക്കുക. 18. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കോപ്പി ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പേ സ്ലിപ്പിൻ്റെ ഇവിടെ വന്നിട്ട് ഈ 3 ഭാഗം ലോണ് ഈ 3 നമ്മൾ എടുത്തില്ല. അപ്പോൾ ഇത്രയും ഭാഗം നമ്മളിവിടെ കോപ്പി ചെയ്ത് വെച്ചു. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇതുവരെ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം നമ്മളെടുത്തിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ലോണിൻ്റെ അടുക്ക വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇവിടെ തെറ്റുണ്ടല്ലോ. ശരിയായി. അപ്പോൾ നമ്മളിവിടെ വന്ന് Ctrl+C അടിച്ചു, ഇവിടെ വന്ന് എൻ്റർ അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഇങ്ങനെ അങ്ങ് കോപ്പി ചെയ്ത് വെച്ചല്ലോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ലോണ്, നമുക്ക് ലോണ് നമ്മുടെ ഏത് സെല്ലിലാന്ന് നോക്കുക. ലോണ് 14, 15, 16. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് 14 ഇവിടെ ടൈപ്പ് അടിച്ചു കൊടുക്കുക. ഉണ്ട് 14 വന്നു. പിന്നെ ഇവിടെ വന്ന് 14 എന്നുള്ളത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 15 അടിച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ? ഇത് നമ്മുടെ കോളൻ നമ്പറാണ് കേട്ടോ. 15 അഡ്വാൻസ് എന്ന് പറയുന്നത് 15, 16 അടിച്ചു കൊടുക്കുക. പിന്നെ ഡിഡക്ഷൻ എന്താണെന്ന് നോക്കുക. ഡിഡക്ഷൻ എന്ന് പറയുന്നത് 17. അപ്പം ഇവിടെ വന്നിട്ട് ഡിഡക്ഷൻ 17. ബാക്കി വേണ്ടാത്തൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ടോട്ടൽ സാലറി കണ്ടോ. ടോട്ടല് ഇത് നമ്മൾ എടുത്തിട്ടില്ല. നമ്മളിത് എത്രയാണ്? നെറ്റ് സാലറി 18. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മളിവിടെ 18 വന്നിട്ടുണ്ട്. നെറ്റ് സാലറി, ഗ്രോസ് സാലറി. പിന്നെ നമ്മളിവിടെ വന്നൊരു ഇക്വേഷൻ കൊടുക്കാം. = ഗ്രോസ് സാലറി മൈനസ് ഇത്. അപ്പം നമുക്ക് ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു സാലറി സ്ലിപ്പ് തയ്യാറാക്കുക. പിന്നെ എംപ്ലോയിയുടെ സിഗ്നേച്ചർ, ഡയറക്ടർ സിഗ്നേച്ചറൊക്കെ വെച്ചിട്ട് ഇവിടെ നമ്മൾ വേണമെങ്കിൽ ഇവിടെ ഡിസിഗ്നേഷൻ എന്നുള്ളത് ടൈപ്പ് അടിക്കാം. അല്ലെങ്കിൽ നമുക്കൊന്ന് കോപ്പി ചെയ്ത് കണ്ട് ഇവിടെ വന്ന് ഡിസിഗ്നേഷൻ എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് കോപ്പി ചെയ്ത് അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഡിസിഗ്നേഷൻ നമുക്ക് ഇതിൻ്റെ അതിവിടെ കൊണ്ടുവരണം. എന്ത് ചെയ്യണം? = VLOOKUP എന്ന് അടിക്കുക. എല്ലാത്തിനും ഇങ്ങനെ അടിക്കണ്ട കേട്ടോ. VLOOKUP ഒന്ന് കോപ്പി ചെയ്തതേ ഉള്ളൂ. ബ്രാക്കറ്റ് ഇട്ടു. നമ്മൾ ഇവിടെ വന്നിങ്ങനെ സെലക്ട് ചെയ്താൽ മതി. കേട്ടോ. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. അടുത്ത ചോദിക്കുന്നു അറേ ഏതാണെന്ന് ചോദിക്കുന്നു. നമ്മളിവിടെ വന്നിട്ട് ഇത്രയും ഭാഗം കാണിച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ? കോമ ഇടുക. ഡിസിഗ്നേഷൻ എന്ന് പറയുന്നത് 3. നമ്മൾ കണ്ടോ 3ാമത്തെ കോളമാണ്. കോമയുടെ 0. അപ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എംപ്ലോയി ID കണ്ടോ. നമ്മൾ ഓരോന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ കണ്ടോ ഓരോരുത്തരുടെ മാറുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു എംപ്ലോയി ആവശ്യപ്പെടുകയാണ്, എനിക്ക് പേ സ്ലിപ്പ് ആവശ്യമുണ്ടെന്ന് പറയുമെങ്കിൽ അവരുടെ ID ചോദിക്കുക. അപ്പോൾ ID പറയും, ഏത് ID ആണെന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കൊടുക്കണേ എന്ത് ചെയ്യണം? ഫയലെടുത്തു, പ്രിൻ്റ് എടുത്തു. കണ്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ പ്രിൻ്റ് വന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് പ്രിൻ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. ഓരോരുത്തരുടെ ഇപ്പോൾ ഇത് ജെയിംസിൻ്റെ ആണ്. അടുത്ത ആൾ പറയുമ്പോൾ അടുത്ത ആളുടെ പ്രിൻ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത ആടെ എടുത്തു. അപ്പോൾ കെവിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പ്രിൻ്റ് വന്നിട്ട് ഇവിടെ ആരുടെയാണ്? കെവിനാണ്. സെയിൽസ്മാനാണ്. നമുക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് സാലറി സ്ലിപ്പൊക്കെ തയ്യാറാക്കാൻ പറ്റും. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്.
അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ സാലറി സ്ലിപ്പെല്ലാം നമുക്ക് ഒന്നിച്ച് എങ്ങനെയാണ് വേടി പോയിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കുന്നതെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തോ നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ള വിവരം എനിക്ക് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.